പക്ഷേ ഈ പണം കണ്ടെത്തുന്നതിന്റെ സ്വകാര്യ നിക്ഷേപത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ ഈ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ഭാഗം ഈ സ്വർണത്തിന്റെ വിപണി, അതിൽ നിന്ന് ലഭിക്കുന്ന ടേൺ ഓവറിന്റെ അനുസരിച്ചിട്ടുള്ള നികുതി കേരളത്തിൽ ലഭിക്കുന്നത് ഏകദേശം 15,000 കോടി രൂപ ലഭിക്കുന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ധനസമാഹരണത്തിന്റെ ഒരു കാര്യവും ഈ ബഡ്ജറ്റിന്റെ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നില്ല. ഒന്ന്, അതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് സ്വകാര്യവൽക്കരണത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഇത് നയപരമായ മാറ്റമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നയം ഇത് തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ നയം സ്വകാര്യവൽക്കരണ നയം തന്നെയാണ്. BJP ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിലപാടുകളെല്ലാം കോൺഗ്രസ് തുടങ്ങി വെച്ചതോ അല്ലെങ്കിൽ ആരംഭിച്ചതോ ആയ ആഗോളവൽക്കരണ നിലപാടിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നരസിംഹറാവു മുതൽ ഇങ്ങോട്ട് നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക നയം തന്നെയാണ് BJP ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നിലപാട് സംബന്ധിച്ച് അവർക്ക് കേന്ദ്രവും അതുപോലെ തന്നെ അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ UDF ഗവൺമെൻറ്റിൻ്റെ നയം തമ്മിൽ വ്യത്യാസമില്ല, വൈരുദ്ധ്യമില്ല. പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ നിരവധി കാര്യങ്ങൾ സ്വയം വിഴുങ്ങുകയാണ്. ഒന്നും തന്നെ അവർ അതിൻ്റെ ഗൗരവത്തിൽ കാണാനോ പ്ലാൻ എയും ബിയും സിയും ഒന്നുമില്ല എന്ന് എല്ലാവർക്കും ഇപ്പോഴും വ്യക്തമായി. പുതിയ പണം കണ്ടെത്താനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ബഡ്ജറ്റിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ നികുതി മാത്രമല്ല, ഒരു കാര്യവും സ്വാഭാവികമായിട്ട് നമ്മൾ ബഡ്ജറ്റ് പരിശോധിച്ച് നോക്കിയാൽ ഈ പ്ലാൻ എയും ഇല്ല, ബിയും ഇല്ല, സിയും ഇല്ല. എന്നാൽ ഈ LDF സർക്കാരിന്റെ രണ്ടാം സർക്കാരിന്റെ കാലത്ത് വ്യവസായങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനായി തോട്ടഭൂമികൾ പരിവർത്തനം ചെയ്യാനുള്ള ഒരു നിയമ ഭേദഗതിയിലേക്കും അതിന്റെ ഇടപെടലിലേക്കും വന്നിരുന്നല്ലോ. അത് സമാനമായിട്ട് ഇപ്പോഴും നടക്കാം. അതല്ല, അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞാൽ, ഇവിടെ സ്വകാര്യ ഭൂമിയുണ്ട്, തോട്ടം ഉൾപ്പെടെയുള്ള ഭൂമിയുണ്ട്. ആ ഭൂമി പരിവർത്തനം ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും സ്വകാര്യ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനില്ല. ആ മേഖല രക്ഷപ്പെടാൻ എന്താണ് വഴി? അതിൻ്റെ വൈവിധ്യവൽക്കരണമാണ്. ആ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വളരെ വളരെ ചെറിയ ചില നീക്കുപോക്കുകൾ മാത്രമേ നടത്താൻ അനുവദിച്ചിട്ടുള്ളൂ അതാത് സ്ഥലത്ത്. അത് ഇതുപോലെ ലാൻഡ് ബാങ്ക് ഉണ്ടാക്കി കോർപ്പറേറ്റുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതല്ല. തോട്ടം മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചില ചെറിയ ചെറിയ സമീപനങ്ങളാണ്, നീക്കങ്ങളാണ് നടത്താൻ അനുവദിച്ചത്. ബാക്കി തോട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ, തോട്ടത്തിന്റെ തന്നെ ഭാഗമായിട്ട് തരിശു ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തന്നെ ഈ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാമെന്നാണ് നമ്മൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ആ പദ്ധതിയും ഈ പദ്ധതിയും രണ്ടും രണ്ടാണ്. ഈ വീരം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച്, നികുതിയെ സംബന്ധിച്ച് ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മദ്യനയം കഴിഞ്ഞ സർക്കാർ നീക്കി, അതിന്റെ ഭാഗമായി വീരം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് വലിയ വിവാദമായി ഇപ്പോ പടരുന്നുണ്ട്. അല്ല, അത് വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് കൊണ്ട് അന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആലോചിച്ചത്, നമ്മൾ ഈ കശുവണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ മാങ്ങ, കശുമാങ്ങ, ആ കശുമാങ്ങയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ്. ഇത് അതല്ല. ഇതിപ്പോഴവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീര്യത്തിൻ്റെ പറഞ്ഞല്ലോ ഇത്ര ശതമാനം, അത്ര 10% കുറവ്, അതുപോലെ തന്നെ 10%, 15, 20 അങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിർമ്മിക്കുന്നതാണത്. മറ്റത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ കാർഷിക വിളവുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ അത് വീര്യം കുറവായിരിക്കും. ആ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് ആണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇതിപ്പോൾ ആർക്കും ഡിസ്പ്ലേ തുടങ്ങി വീര്യത്തിൻ്റെ, അതായത് ഈ സ്പിരിറ്റിൻ്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അതാണ് ഉണ്ടായത്. അതാണ് വിമർശനപരമായിട്ട് വന്നത്. അല്ല, എല്ലാ വ്യവസായത്തിനും നമ്മൾ പിന്തുണ നൽകുന്നില്ലല്ലോ. ഇമാതിരിയുള്ള വ്യവസായത്തിന് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ 200-250% ഇപ്പോൾ ടാക്സ് ഉണ്ടല്ലോ. അതാണല്ലോ 100-150 കുറക്കുന്നത്. അതാ പ്രശ്നം. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃഷിക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആ സന്ദർഭത്തിൽ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ തന്നെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷണപരമായ പഠനം വന്നപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് കേരളത്തിലെ ഈ
വേസ്റ്റായി പോകുന്ന ഒന്നും ഉപയോഗിച്ച് അതൊക്കെ മാത്രമല്ല, ഇത് ഈ പ്രധാനമായിട്ടും മലബാറിൽ ഈ കശുമാങ്ങിയാണ് വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഗോവയിൽ ഇഷ്ടം പോലെ ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അഴിമതി നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ അഴിമതി എന്ന് പറയേണ്ട കാര്യം, അത് തുടങ്ങിയില്ലേ ഉള്ളൂ. തുടങ്ങാൻ പോകുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം CPIM ജനറൽ സെക്രട്ടറി NE ബേബി തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടിയെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നപ്പോൾ അതുമായി ബന്ധമുള്ള നേതാവ് അതിൽ ഒരു ഔചിത്യം കാരണമായിരുന്നെന്നാണ് അത് നിങ്ങൾ സ്ഥാപിക്കുന്നില്ലേ. ഞങ്ങൾ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇപ്പോൾ മനോരമേന്റെയും മാധവി അത് പ്രസിദ്ധീകരിച്ചില്ല അവർ. അപ്പോൾ അതെല്ലാം അതൊക്കെ പകൽ വെളിച്ചം പോലെ ജനങ്ങളുടെ കയ്യിലുള്ള രേഖ തന്നെയാണ്. അതാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച രേഖ. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി സാധാരണ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ആ രീതിയാണ് പാർട്ടി കൈകാര്യം ചെയ്യാന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണത്. പാർട്ടി നിലപാടിന്റെ ഭാഗമായിട്ടുള്ള റിവ്യൂ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്നും തിരിച്ചെടുക്കുകയാണ്. അങ്ങനെയൊന്നും ബേബി പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കാര്യം ഞാനിതുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ തലത്തിൽ വരെ ബ്രാഞ്ച് വരെ ഏതാണ്ട് 40,000-ഓളം ഘടകങ്ങൾ യോഗം ചേർന്ന് ചർച്ച ചെയ്തൊരു 3-4 ലക്ഷം ആളുകൾ പങ്കെടുത്ത് ചർച്ച ചെയ്ത് അതിൽ നിന്ന് രൂപപ്പെടുത്തിയ എല്ലാ തരത്തിലുള്ള വിമർശനവും സ്വയം വിമർശനവും നിർദ്ദേശവും എല്ലാം പരിഗണിച്ചു. ഇനി ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. 10-25,000 ആളുകളുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇനി മുമ്പോട്ടേക്ക് പോകാൻ എക്സ്റ്റൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായി കർമ്മ പദ്ധതി തയ്യാറാക്കുമ്പോൾ ആ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആ കാര്യം കൂടി ശരിയായ രീതിയിൽ തയ്യാറാക്കി മുമ്പോട്ടേക്ക് പോകും. പാർട്ടിയും പ്രസ്ഥാനവും ആകെ ഒന്നുകൂടി ശക്തിയായി തിരിച്ചു വരുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചർച്ചകളെല്ലാം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ട് താഴെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ചില പത്രങ്ങൾ തന്നെ നല്ല പ്രാധാന്യത്തോടു കൂടി അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇല്ലാതെ ഒരു കാര്യമാണിത്. അവരാണെങ്കിൽ അത് ഞങ്ങൾ നൽകിയ രേഖയുടെ ആദ്യ ഭാഗം ഉൾപ്പെടെ അവരെ നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ ഇതുണ്ട് എന്നാണ്. അവരുടെ കയ്യിലുണ്ടത് രേഖ. സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും മറച്ചു വെക്കാനില്ല. പത്രസമ്മേളനത്തിൽ ഞാൻ തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ രേഖയുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതന്നെ, അതൊക്കെ ഞങ്ങൾക്കല്ലേ ഉള്ള ബോധമല്ലേ. എല്ലാവർക്കും ഉള്ള ബോധം തന്നെയത്. ശരി. ഈ പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുനരാലോചനയുണ്ടോ? അല്ലെങ്കിൽ കാരണം അവർ ഇപ്പോഴും ആവശ്യം കൊടുത്തിരിക്കുകയാണെന്നാണ് ഇന്നലെ ബിനോയ് പറയുന്നത്. അല്ല, അത് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ മുൻ കീഴ്വഴക്കനുസരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവും കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ CPIM തന്നെയാണ് രണ്ടും കൈകാര്യം ചെയ്യുന്നത്. അത് മുമ്പ് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഈ രീതി തന്നെയാണ് ഉള്ളത്. ഈ പ്രതിപക്ഷ നേതാവിന്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിരുന്നു. ചോദ്യം ചെയ്യുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പ് നടന്ന ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം അതില് തെറ്റുപറ്റിയെന്ന് ചിന്ത ഇപ്പോഴും അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ED ഉന്നയിക്കുന്ന പ്രശ്നത്തിന്റെ കമ്പനിപരമായ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്യും. അതിൽ രാഷ്ട്രീയമായ
ഇടപെടൽ നടത്തുമ്പോഴാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുന്നത്. അതുമായി യാതൊരു ബന്ധമില്ലാതെ പിണറായി വിജയനെ അതിലേക്ക് വലിച്ചിഴക്കുകയും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഈഡിയുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ എതിർത്തത്. അതാണ് ആ റെയ്ഡ് ഉൾപ്പെടെ വന്നപ്പോൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് 5-8 മണിക്കൂറൊക്കെ പ്രതിഷേധം വന്നപ്പോഴുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് അവസാനം ഉണ്ടായത്. ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ ധാരണ. പ്രതിപക്ഷ ഉപനേതാവായി ആര് തീരുമാനിച്ചു വന്നു? അല്ല, പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, അല്ലാണ്ട് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊരു അപകടവും സംഭവിച്ചിട്ടില്ലല്ലോ. കാര്യങ്ങളൊക്കെ നല്ലപോലെ തുറന്നു കാണിച്ച് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം നല്ലതുപോലെ നിർവഹിക്കാൻ ഈ 2 സമ്മേളനത്തിൻ്റെയും ഭാഗമായിട്ട് സാധിച്ചല്ലോ. മാത്രമല്ല, ഗവൺമെന്റിന്റെ 1 മാസം കൊണ്ട് ഇതുപോലെ ഇത്ര ജനവിരുദ്ധമായ നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തുറന്നു കാണിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സൗജന്യ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സൗജന്യ യാത്ര. അത് സമ്പൂർണ്ണ സൗജന്യ യാത്ര ഇപ്പോ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. മാഷ് ശ്രദ്ധിച്ചോന്നറിയില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഈ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് ആദ്യ ഘട്ടമായിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 10 കോടി അനുവദിച്ചത്. ഇനി പരിശോധന നടത്തിയ ശേഷം എല്ലാവർക്കും സൗജന്യം നൽകാൻ കഴിയില്ലല്ലോ, പ്രീമിയം അടയ്ക്കാനുള്ളവരുണ്ടാവും, ഏറ്റവും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവരുണ്ടാവും. അപ്പൊ അതും പൂർണ്ണമായി സൗജന്യമാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അല്ലെ, ആ പരിപാടി തന്നെ നടപ്പിലാക്കാൻ ഇവർക്ക് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 10 കോടി രൂപ മാറ്റി വെച്ചിട്ട് 90 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ പ്രകാരം കുടുംബാരോഗ്യ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ എങ്ങനെയാ സാധിക്കുക? അപ്പോൾ സാധിക്കാത്ത, നടപ്പിലാക്കാനാവാത്ത ഒരു കാര്യം പറയുകയാണ്. ഇത് തന്നെയാണ് KSRTC സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിച്ചിട്ട് അവസാനം ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ചുരുക്കി. സൗജന്യ യാത്ര നൽകുന്നത് നല്ലത് തന്നെയാണ്, ഞങ്ങൾക്കതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ അത് വാഗ്ദത്ത ലംഘനമാണ്. ഏത് ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ആ യാത്ര പരിമിതപ്പെടുത്തിയത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. ഞങ്ങളതിൻ്റെ അകത്ത് വേറെ വിമർശനമല്ല ഉന്നയിച്ചത്. പറഞ്ഞ കാര്യം നടപ്പിലാക്കിയില്ല, വഞ്ചിക്കുകയാണ്. 21,000 രൂപ പ്രകാരം ആശാവർക്കർമാർക്ക് കൊടുക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം മിണ്ടുന്നില്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നിൻ്റെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കല്ലിടുക, ചിലത് കടലാസിലാകുക, ഇതിൻ്റെ അപ്പുറത്ത് പ്രായോഗികമായി നടക്കില്ല എന്നാണ് പത്രം തന്നെ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം കൊടുത്തുകൊണ്ടാണ് ആ പത്രം ഇന്നത് എഴുതിയത്. വളരെ നല്ല ഒരു പ്രതികരണമാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യം ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒറ്റ ചോദ്യം കൊണ്ട് പദ്ധതിയുണ്ട്, പണം എവിടെ? പണം ഇല്ല, ഇതാണ് കാര്യം. ഇതാ ബഡ്ജറ്റ്.